രാഹുൽ ഗാന്ധിയുടെ അവസ്ഥ വല്ലാത്ത ഗുരുതരമാണ്. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും രാഹുൽ ഗാന്ധിക്ക് കിട്ടുന്നത് തോൽവിയോട് തോൽവിയാണ്. BJPയോട് മുട്ടാൻ പോയ 8ന്റെ പണി കിട്ടും. ഇപ്പൊ പാർലമെന്റിൽ അമിത്ഷായും രാഹുൽ ഗാന്ധിയും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടമാണ്. ആര് ജയിക്കും? ആര് ജയിക്കും എന്നുള്ളതല്ല, ഇതിനകത്ത് വലിയൊരു തെറ്റ് ഗവൺമെൻറ്, പിഴ ഗവൺമെൻറ് ചെയ്തു. കേന്ദ്ര ഗവൺമെൻറ് ഞെട്ടരുത്. മിയ കൾപ്പ, മിയ മാക്സിമ കൾപ്പ, എൻ്റെ പിഴവ്, എൻ്റെ വലിയ പിഴവ്. പണ്ട് ക്രിസ്തു പറഞ്ഞതാണ്, എൻ്റെ പിഴവ്, എൻ്റെ വലിയ പിഴവ്. മാപ്പ് ചോദിക്കണം. ആരോടെ? രാഹുൽ ഗാന്ധിയോടല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷനോട്. കാരണം SIR എന്ന് പറയുന്ന ഒരു വിഷയം സാധാരണ നടപടിക്രമം അനുസരിച്ചും കീഴ്വഴക്കം അനുസരിച്ചും പാർലമെൻറ്റിൽ ചർച്ച ചെയ്യാനേ പാടില്ല. കാര്യം എന്താ? ഈ SIR എന്ന് പറയുന്നത് ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആത്യന്തികമായിട്ടുള്ള അധികാരമാണ്. നമ്മൾക്കറിയാമല്ലോ 4 വിങ്ങുകളുണ്ടെന്ന്. അത് എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ, പിന്നെ മാധ്യമങ്ങളാണ്, 4th എസ്റ്റേറ്റ്. അത് കാര്യമില്ല, അത്ര വലിയ സ്റ്റാറ്റ്യൂട്ടറി ഒന്നുമല്ല, അതെല്ലാം ഇപ്പം പൊട്ടയാണ്. അത് പോട്ടെ. അപ്പോൾ ഇത് മൂന്നും പരസ്പരം അതിരുകൾ ഉണ്ട്. ആ അതിരുകൾ ലംഘിക്കാൻ പാടില്ല പരസ്പരം. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന ഭരണഘടനാ സ്ഥാപനം അത് എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമാണ്. പക്ഷേ പരസ്പരം അതിർത്തികളിട്ടാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ എക്സിക്യൂട്ടീവിൻ്റെ അതിർത്തിയില്ല. കാരണം ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നു, ഗവൺമെൻറ്റിന് അവിടെ യാതൊരു അധികാരവുമില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന പോലെ ഗവൺമെൻറ് കേൾക്കണം. അല്ലാതെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷനലി ഭരണഘടനാപരമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അധികാരങ്ങളിൽ കൈകടത്താൻ ഒരു അവകാശവും കേന്ദ്ര ഗവൺമെൻറ്റില്ല, സംസ്ഥാന ഗവൺമെൻറ്റുകളിൽ. കാരണം എന്താണ്? ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. അതിൻ്റെ ചുമതല കൊടുത്തിരിക്കുന്ന ആർക്കാണ്? പ്രധാനമന്ത്രിക്കല്ല, പ്രസിഡന്റിനല്ല, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. അപ്പം അത്ര ശക്തമായിട്ടൊരു ബോഡിയാണ്. അതെടുക്കുന്ന തീരുമാനങ്ങൾ പാർലമെൻറ്റിൽ ചർച്ചയ്ക്ക് വരാൻ പാടില്ല. നമ്മുടെ എല്ലാത്തിൻ്റെയും കോൺസ്റ്റിറ്റ്യൂഷണൽ വ്യാഖ്യാനം നടത്തുന്ന കോടതി, സംസ്ഥാനത്തെ കോടതികളിലും ഹൈക്കോടതികളിലൊന്നും ചർച്ച ചെയ്യാൻ പാടില്ല. പരമോന്നത നീതിന്യായ പീഠത്തിൽ ചർച്ച ചെയ്യുക. അതിൻ്റെ വ്യാഖ്യാനം ഭരണഘടനയിൽ എന്ത് പറഞ്ഞിരിക്കുന്നു ആ വഴിക്കാണോ പോയതെന്ന് മാത്രം, അത്രയേ ഉള്ളൂ ചർച്ച. അല്ല, അവരൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് കോടതിക്ക് പരിശോധിക്കാം ശരിയായ രീതിയിലാണ്. കോടതി നേരത്തെ പരിശോധിച്ചു. എന്താണ് ഇവിടുത്തെ വിഷയം? ചർച്ചാ വിഷയം SIR, സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ, പ്രത്യേക തീവ്ര പരിശോധന. ഇതാണ് നടന്നത്. പണ്ട് നടന്നിട്ടുണ്ട്, ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് നടന്നിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ വീട്ടിൽ ഇതനുസരിച്ച് ആൾക്കാർ വന്ന് എന്യൂമറേഷൻ ഫോം തന്ന എനിക്ക് കുട്ടിക്കാലത്തെ ഓർമ്മയുണ്ട്. പിന്നെ വന്നിട്ടില്ല. പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ടാണ് ചെയ്തു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു കീഴ്വഴക്കമാണ് ഇത്. ആ രീതി അനുസരിച്ചാണ് പോയത്. ഇതിനെക്കുറിച്ച് ചർച്ച വേണമെന്ന് പറഞ്ഞ് പ്രതിപക്ഷം ബഹളം. പാർലമെൻറ്റ് 3 ദിവസം മുടക്കി ഈ സെഷനിലും. സ്ഥിരമാരുടെ പരിപാടി അതാണ്. ശരി, മോങ്ങുന്ന നായുടെ തലയിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കണ്ടെന്ന് ചോദിച്ചാൽ ശരി, സമ്മതിച്ചു. അങ്ങനെ കീഴ്വഴങ്ങിയതിനെ ഞാൻ പറയുന്നത് മിയ കൾപ്പ, മിയ മാക്സിമ കൾപ്പ. വലിയ പിഴവ്, വലിയ പിഴവ്. ഇപ്പോൾ അത് ശരിയായ രീതിയിൽ ഉപയോഗിച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് അത് ദുരുപയോഗം ചെയ്തു. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെയും കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയെയും അപമാനിച്ചു. അദ്ദേഹം അതിനെക്കുറിച്ച് ഫെയറായിട്ടൊരു ചർച്ച നടത്തിയില്ല. അതിനിടയ്ക്ക് അദ്ദേഹം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തുകൊണ്ടാണ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് നിയമപരമായിട്ടെന്ന് ചോദിക്കുന്നത്. വിവരദോഷത്തിൻ്റെ അമുൽ ബേബിയുടെ ചോദ്യം. പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് നമ്മളല്ല, ഗവൺമെൻറ്റുമല്ല, ഭരണഘടനയാണ്. ഭരണഘടനയാണ് കൊടുക്കുന്നത് പ്രൊട്ടക്ഷൻ. പ്രധാനമന്ത്രി ഇങ്ങനൊക്കെ ചോദിച്ചാൽ അങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. അമിത്ഷാ നല്ല നമ്മുടെ ഭരണഘടനാപരമായിട്ടുള്ള നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ നമ്മൾ SIR നടത്തുന്നു, അതിൻ്റെ ഗുണങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഈ ഉടക്ക് ചോദ്യങ്ങൾ, മുട്ടാപ്പോക്ക് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഇയാൾ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. അസാധാരണമായ നർമ്മബോധത്തോടെ മറുപടി പറയുന്ന ആളാണ് അമിത്ഷാ. പലരും ചിരിക്കുന്നുമുണ്ടായിരുന്നു. അദ്ദേഹം പിന്നെ അവസാനം പറഞ്ഞത് എന്താണെന്നറിയാമോ? ചോദ്യങ്ങൾ ചോദിച്ച് അവസാനം ദേഷ്യപ്പെടാൻ അമിത്ഷായും തമ്മിലൊരു പോര് അവിടെ നടന്നു. പോരിന് ഇടയാക്കിയത് എല്ലാത്തിനും ഒരു അതിര് വേണ്ടേ? അവസാനം അയാൾ പറഞ്ഞത് എന്താണെന്നറിയാമോ?
എൻ്റെ പത്രസമ്മേളനം, ഞാൻ 3 പത്രസമ്മേളനം നടത്തി, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക. അതാണോ ഗവൺമെൻറ് സമ്മതിച്ചത്? ഗവൺമെൻറ് സംബന്ധിച്ച് SIR-നെ കുറിച്ച് ചർച്ച ചെയ്യുക. ഇയാൾ പത്രസമ്മേളനം നടക്കുക, വിദേശത്ത് പോവുക, കൊളംബിയക്കാരിയുമായിട്ട് അവിടെ പോയിട്ട് ഹണിമൂൺ നടത്തുകയോ ഒക്കെ ചെയ്യുന്നതല്ലല്ലോ നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ടത്. അത് ഇയാളുടെ സ്വകാര്യ കാര്യങ്ങൾ. പത്രസമ്മേളനം അത് തന്നെ, രാഷ്ട്രീയ കാര്യമായിരുന്നു. അവിടെ വെളി നടക്കുന്ന പത്രസമ്മേളനങ്ങൾ ചർച്ച ചെയ്യാനാണോ പാർലമെൻറ്റ്? ഇയാൾ എന്താ ധരിച്ചു വെച്ചിരിക്കുന്നത്? പാർലമെൻ്റ് എന്ന് പറയുന്നത് അത്ര ഒരു ശുഷ്കമായ ബോഡിയാണെന്നാണോ, വില കുറഞ്ഞ സ്ഥാപനമാണെന്നാണോ? ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ എത്ര വലിയവനായാലും ശരി പത്രസമ്മേളനം നടത്തുന്ന ചർച്ച ചെയ്യാനാണിത്. അതിന് പ്രസ് ക്ലബ്ബുണ്ട്, പത്രപ്രവർത്തകരുണ്ട്. അവരോട് പറയണം, ഇവിടെ ഇരിക്കുന്ന പത്രപ്രവർത്തകരല്ല, ജനപ്രതിനിധികളാണ്. മനസ്സിലാക്കണം. ജനപ്രതിനിധികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിവിലേജ് ഉള്ളവരാണ്. പത്രക്കാർ പ്രിവിലേജ് ഉള്ളവരല്ല. അവിടെ ഇരുന്നുകൊണ്ട് ഇത് ചർച്ച ചെയ്യണം, അവരുടെ സമയം വേസ്റ്റ് ആക്കാൻ. താൻ നടത്തിയ പത്രസമ്മേളനം, താൻ പത്രസമ്മേളനം നടത്തിയില്ലേ, അതുപോലെ പിന്നെ അതിനെക്കുറിച്ച് ഇവിടെ ചർച്ചയും കൂടെ നടക്കണം. തൻ്റെ വിവരദോഷത്തിനെല്ലാം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മറുപടി നല്ല 1, 2 അക്ക വിട്ട് നിരത്തി. തനിക്കത് മനസ്സിലാകാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് നമ്മുടെ ചോദ്യം. അമിത്ഷാ പറഞ്ഞു, ശരി, നിങ്ങൾ SIR-നെ പറ്റിയാണല്ലോ ചോദിക്കുന്നത്, വോട്ട് ചോരിയാണല്ലോ നിങ്ങൾ പറയുന്നത്, ഉണ്ടായി എന്നാണല്ലോ. ആ വോട്ട് ചോരി ശരിയാണ്, ഉണ്ടായി. എപ്പോഴാണ്? ഇപ്പോഴല്ല, പണ്ട് തൻ്റെ അപ്പൂപ്പൻ്റെ കാലത്ത്, ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത്, അതിനു മുമ്പ്, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ്. അന്ന് കോൺഗ്രസിൻ്റെ ആരായിരിക്കണം പ്രധാനമന്ത്രി എന്ന് സംബന്ധിച്ചൊരു വോട്ട് എടുപ്പ് നടന്നു. ആ വോട്ടെടുപ്പിൽ പങ്കെടുത്തത് ഇന്ത്യയിലെ അന്ന് 19 സംസ്ഥാനങ്ങളേ ഉള്ളൂ. ആ 19 സംസ്ഥാനങ്ങളിലെ PCC പ്രസിഡന്റുമാർ, പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാർ കൂടി തീരുമാനിക്കുന്നു ആരാണ്. ഈ 19 സർദാർ വല്ലഭായിക്ക് എത്ര വോട്ട് കിട്ടിയെന്നറിയാം? അല്ല, അന്ന് സ്വതന്ത്രൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയെ തീരുമാനിച്ചപ്പോൾ ആദ്യത്തെ വോട്ട് ചോരി സംഭവിച്ചു. അമിത്ഷാ പറഞ്ഞു, അന്ന് കോൺഗ്രസിൻ്റെ PCC തലവന്മാർക്ക് ഓരോ വോട്ട് വീതം. അങ്ങനെ 28 വോട്ടുകൾ ലഭിച്ചയാളാണ് സർദാർ വല്ലഭായ് പട്ടേൽ. നെഹ്റുവിന് അന്ന് കിട്ടിയത് എത്രയെന്നറിയാമോ? 2 വോട്ടുകൾ. അപ്പോൾ നമുക്കൊരു സംശയം തോന്നും, അന്നേ 30 സംസ്ഥാനം ഉണ്ടായിരുന്നു. ഇല്ല, കേന്ദ്ര ഭരണ പ്രദേശങ്ങളെ കൂടി കണക്കാക്കിക്കൊണ്ടാണ് ഈ 30 പേര്. അത് മനസ്സിലാക്കണം. അന്ന് അത്ര സംസ്ഥാനങ്ങളൊന്നുമില്ല. പിന്നെയാണ് ഓരോ സംസ്ഥാനങ്ങൾ വളർന്ന് വിഭജിച്ച് വേറെ സംസ്ഥാനം ഉണ്ടാകും. അങ്ങനെ 2 വോട്ട് കിട്ടിയ ആളിനെ പ്രധാനമന്ത്രി. വോട്ട് ചോരിയല്ലേ? 28 വോട്ട് കിട്ടിയ ആൾ തോറ്റു, 2 വോട്ട് കിട്ടിയ ആൾ ജയിച്ചു. അങ്ങനെയാണ് ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത് എൻ്റെ അപ്പൂപ്പൻ പ്രധാനമന്ത്രിയായത്. തീർന്നില്ല, വേറൊരു കാര്യം കൂടെ പറഞ്ഞു. ഇന്ദിരാഗാന്ധി റായ്ബറേലിയിൽ നിന്ന് വിജയിച്ചല്ലോ. അലഹബാദ് ഹൈക്കോടതി, ഞാനും ഓർക്കുന്നുണ്ട്, അത് അസാധുവായിട്ട് പ്രഖ്യാപിച്ചു. അസാധുവായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ ഇവരെന്തോ ചെയ്തു? അപ്പോൾ ഇവർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ട് അധികാരത്തിൽ തുടർന്നു. മനസ്സിലായോ? അങ്ങനെയാണ് അടിയന്തരാവസ്ഥ. അതിനെ മറികടക്കാനാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അത് വോട്ട് ചോരിയല്ലേ? അവർ തോറ്റതായിട്ട് പ്രഖ്യാപിച്ചു. നിയമാനുസാരമായിട്ടല്ല ജയിച്ചത്. അവർ തോറ്റതായിട്ട് പ്രഖ്യാപിച്ചു കോടതി. മനസ്സിലായില്ലേ? അപ്പോൾ ആരാ അവിടെ വോട്ട് ചോരി നടത്തിയത്? അതായത് നിയമാനുസൃതമല്ലാത്ത മാർഗങ്ങളിലൂടെ തെരഞ്ഞെടുപ്പ് ജയിച്ചു. അതൊരു വോട്ട് ചോരിയാണല്ലോ. ദഫേദാർ ചോരി എന്ന് പറയുന്ന അന്നായിരുന്നു പറയേണ്ടിയിരുന്നത് ഈ രാഹുൽ ഗാന്ധി. അന്നില്ല. ഇപ്പം പഠിപ്പിച്ചു കൊടുത്തു അമിത്ഷാ. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ അമ്മയിലേക്ക് വരാം. തലമുറ മാറി. അവർക്ക് രാജ്യത്ത് പൗരത്വം നേടുന്നതിന് മുമ്പ് അവർക്ക് വോട്ടേഴ്സ് ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടായിരുന്നു. കേസ് ഇപ്പം നിലവിലിരിക്കുക. വോട്ട് ചെയ്തോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ വോട്ടേഴ്സ് ഐഡൻറ്റിറ്റി കാർഡ് കൊടുക്കുന്നത് ഇന്ത്യൻ പൗരന്മാർക്കാണ്. അന്ന് നമ്മൾ കൊടുത്തത്, കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്, ഒരു ഇറ്റാലിയൻ പൗരനാണ് അന്ന് നമ്മൾ വോട്ടേഴ്സ് ഐഡൻറ്റിറ്റി കാർഡ് കൊടുത്തത്. വോട്ട് ചോരിയല്ലേ ഇത്? ഇത് എണ്ണി അങ്ങോട്ട് പറഞ്ഞപ്പോൾ പയ്യൻ ഇരിക്കും പ്രതിയില്ലാതെ പെട്ട പാട് പുള്ളി അവർ സ്ഥലം വിട്ടു. ഇപ്പോൾ എവിടെ ചെന്ന് നിൽക്കുന്നതെന്ന് ഒരു പിടിയില്ല. പാർലമെൻറ്റിൻ്റെ ആ ചർച്ചയുടെ SIR വേണമെന്ന് പറഞ്ഞാൽ SIR-ൻ്റെ ചർച്ചയുടെ മൂർധന്യത്തിൽ ഒരു വിളി വന്നു അങ്ങ് പോയി. ഉണ്ടിരിക്കുന്ന നായർക്കൊരു വിളി വന്നു എന്ന് പറഞ്ഞ പോലെ ഈ ചർച്ച നടക്കുന്നതിനിടയിൽ പുള്ളിക്കൊരു വിളി വന്നു, പുള്ളി ഒരൊറ്റ പോക്കാം. ഇന്ന് വരെ പിന്നെ തലപൊക്കിയിട്ടില്ല ഇവിടെ. ജാക്ക് ലണ്ടൻ്റെ പ്രസിദ്ധമായ ഒരു നോവലുണ്ട്, ദി കോൾ ഓഫ് ദി വൈൽഡ്. ഒരു നായയെക്കുറിച്ചുള്ള കഥയാണ്. വലിയൊരു രസമുള്ള കഥയാണ്. ആ കഥയ്ക്കകത്ത് ഈ കാടിൻ്റെ വിളി നായ്ക്ക് എപ്പോഴും ഉണ്ടാവും എന്ന് പറയുന്ന പോലെ കൊളംബിയയിൽ നിന്നുള്ള വിളി ഈ പുള്ളിക്ക് എപ്പോഴും, ഇന്ത്യയിലിരിക്കുമ്പോഴും പാർലമെൻറ്റിലിരിക്കുമ്പോഴും
അദ്ദേഹത്തിൻ്റെ ഹൃദയം സ്പന്ദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്നുള്ള വിളി വരും. അതിന് ഫോണൊന്നും വേണ്ട, അല്ലാതെ പുള്ളി കണക്റ്റഡ് ആവും. അവന് വേണ്ടിയിട്ട് പോയിരിക്കുക. ഇപ്പോൾ തൽക്കാലം പോയി പറയേണ്ടതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ വോട്ട് ചോരി ചർച്ച കൊണ്ട് പ്രയോജനം ഉണ്ടായത് ആർക്കാ? BJP നേടി. ഈ കാര്യങ്ങളെല്ലാം പറയാൻ അവർക്കൊരവസരം കിട്ടി. മറിച്ച് പത്രസമ്മേളനത്തിനപ്പുറം എന്തെങ്കിലും പറയാൻ കോൺഗ്രസിന് കഴിഞ്ഞോ? വിഡ്ഢി വേഷം കെട്ടി വാടി കൊടുത്ത് അടി വാങ്ങിച്ചു.